Star Jam with RJ Subbu. ഇന്ന് ക്ലബ് FM-ൽ സ്റ്റാർ ജാമിൽ ചെയ്ത വേഷങ്ങളെല്ലാം വളരെ മികവുറ്റതാക്കിയ ഒരു നടിയാണ്. നല്ല വശ്യതയുള്ളൊരു നടിയാണ്. ഒരുപക്ഷെ യുവതാരങ്ങളിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു നടിയാണ്. ഒരു കാന്തിക ശക്തിയുള്ള നടിയാണ്. ഈ നടിയുടെ പേരിൽ ഒരു മോളുണ്ട്. ചെറിയ മോളല്ല, വലിയ മോളാണ്. എങ്കിൽ ആ വലിയ മോളുടെ പേര് അനുമോൾ. ഹായ് അനുമോൾ. ശരിക്കും പറഞ്ഞാൽ താങ്കൾക്ക് വളരെ മാഗ്നറ്റിക് ആയ ഒരു പവർ ഉണ്ട്. ഞാൻ സംസാരിച്ച എല്ലാ ഫ്രണ്ട്സും പറഞ്ഞൊരു കാര്യമാണ്, അനുമോളെ കാണുമ്പോൾ എന്തൊരു വശ്യതയുണ്ട്. എന്താണ് അതിന്റെ ഒരു രഹസ്യം? കേൾക്കട്ടെ ആദ്യം തന്നെ. ഞാൻ ഭയങ്കര ട്രൂ ആയതുകൊണ്ടായിരിക്കും, ഭയങ്കര ജെന്യൂൻ ആളായതുകൊണ്ടായിരിക്കും വശ്യത തോന്നുന്നു. ഓക്കെ, ജെന്യൂൻ ആണോ എന്നുള്ളത് നമ്മൾ സ്റ്റാർ തീരുമ്പോഴേക്കും മനസ്സിലാവും കേൾക്കുന്നവർക്ക്. സത്യമല്ലേ? പട്ടാമ്പി നടുവെട്ടത്ത് നിന്നും താങ്കൾ എങ്ങനെയാണ് മലയാള സിനിമയിലേക്ക് എത്തിയത്? ഒറ്റ വരിയിൽ പറഞ്ഞാൽ മതി, വൺ ലൈൻ സ്റ്റോറി. ഒറ്റ വരിയിൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലെത്തുന്നത് ജോലിയുടെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ചാനലിൽ വർക്ക് ചെയ്തു. അവിടുന്ന് കുറെ ഓഫേഴ്സ് വന്നു. അങ്ങനെ സിനിമയിലെത്തി. സിനിമയിൽ വന്നില്ലെങ്കിൽ താങ്കളുടെ യോഗം എന്താകുമായിരുന്നു? എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാനിപ്പോ എവിടെയെങ്കിലുമൊക്കെ കല്യാണം കഴിച്ച് ആരുടെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവും തോന്നുന്നു. എന്താണെന്ന് അറിയില്ല. എനിക്ക് ഓരോരോ കാലത്ത് ഓരോരോ മോഹങ്ങളായിരുന്നു. എഞ്ചിനീയറിംഗ് താങ്കൾ തെരഞ്ഞെടുത്തത് കല്യാണം വൈകിപ്പിക്കാനല്ലേ? സത്യം. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് കല്യാണം വൈകിപ്പിക്കാൻ. എന്തായിരുന്നു അത്? അതെന്താ വെച്ചാല് കോഴ്സുകൾ നോക്കുമ്പോൾ +2 കഴിഞ്ഞാൽ 4 കൊല്ലം എഞ്ചിനീയറിംഗ്, 5 കൊല്ലം മെഡിസിൻ എനിക്ക് പറ്റില്ല. കീറൽ, മുറിക്കൽ, ബ്ലഡ്, ഈ വക സാധനങ്ങളൊന്നും പറ്റില്ല. അപ്പൊ സേഫ് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് അങ്ങനെ പഠിച്ചു. അതിലെനിക്ക് ഇഷ്ടം കമ്പ്യൂട്ടറാണ്. അങ്ങനെ അത് മഴക്കാലമാണ്. 4 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. മഴയത്ത് നനഞ്ഞു കുതിരുന്നൊരു ദിവസം ഓർമ്മയിൽ പറയും. ഇഷ്ടംപോലെ ദിവസങ്ങളുണ്ട്. അതിൽ എന്റെ ഏറ്റവും വലിയ ഓർമ്മ +2 ആണ്. അതെന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ചീത്ത കേട്ടു. അമ്മയാണോ ടീച്ചറാണോ? ഫ്രണ്ട്സ്. ഞാൻ +2 എന്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഡെയിലി പട്ടുപാട ഇട്ട് പോകുന്ന കുട്ടിയായിരുന്നു. അന്ന് ഞാൻ വെള്ള പട്ടുപാടയാണ് ഇട്ടത്. വെള്ള പട്ടുപാട ഇട്ട് നനഞ്ഞു കഴിഞ്ഞ എന്റെ ഭാഗമായി എല്ലാവരും എന്നെ ചീത്ത വിളിച്ചു. വെള്ളയായതുകൊണ്ട്. മഴക്കാലം താങ്കൾ കടലാസ് വഞ്ചി ഫ്രണ്ട്സിന്റെ കൂടെ കുട്ടിക്കാലത്ത് ഒഴുക്കി വിട്ടിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുളത്തിലാ കുളിച്ചിരുന്നത് ഡെയിലി. ഇപ്പൊ ഇതിനുള്ള അവസരം എനിക്ക് ഡെയിലി ഉണ്ടല്ലോ. എത്ര വയസ്സ് വരെയാണ് കുളത്തിൽ കുളിച്ചിട്ടുള്ളത്? എന്റെ ഒരു 8th സ്റ്റാൻഡേർഡ് വരെ ഞാൻ കുളത്തിലാണ് കുളിച്ചിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് ആൺകുട്ടികൾ എങ്ങനെ സാമൂഹ്യപരമായി നല്ലവരാണോ? ഭയങ്കര നല്ല മനുഷ്യരാണ്. ഇപ്പോഴും ഞാൻ കുളത്തിൽ പോയി കുളിച്ചാലും ആരും നോക്കില്ല. മഴ മനസ്സിൽ എപ്പോഴെങ്കിലും പ്രേമം ഉണ്ടാക്കിയിട്ടുണ്ടോ? എപ്പോഴും. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒറ്റ പറഞ്ഞല്ലോ. എപ്പോഴും ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് താങ്കൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു മഴ ഏത് ടൈപ്പാണ്? നല്ല മഴയാണോ, ഇളം മഴയാണോ, ഒരു കാറ്റുള്ള മഴയാണോ, നിലാവത്ത മഴയാണോ? ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ വരുന്ന നല്ല മഴ. ആ മഴയത്താണ് നമ്മൾ റൊമാൻറ്റിക് ആവാം. എതിരെ വരുന്ന വാഹനത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കും, കൂട്ടിന് ഒരാളില്ലല്ലോ. ഓക്കെ, എന്തായാലും ഈ ഒരു സമയം മഴ പെയ്യാൻ സാധ്യതയുണ്ട്. സ്റ്റാർ ജാം തീരുമ്പോഴേക്കും വേണമെങ്കിൽ എവിടേക്കാണ് താങ്കൾ പോകുന്നത്? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ക്ലബ് FM-ൽ സ്റ്റാർ ജാമിൽ എന്നോടൊപ്പം മലയാളത്തിലെ ഏറ്റവും വശ്യതയുള്ള ഒരു നടിയാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട അനുമോൾ. അനുമോൾ, താങ്കൾ ചെയ്ത വേഷങ്ങളെല്ലാം സെലക്ട് ചെയ്യാൻ ഒരു ചങ്കൂറ്റം വേണം. യുവതാരങ്ങൾക്കായ ഒരു ചങ്കൂറ്റം ഇല്ലാത്തതുകൊണ്ടാണോ താങ്കൾ ഈ വേഷങ്ങളെല്ലാം ചെയ്തത്? എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. എന്റെ അടുത്തേക്ക് തന്നെ ആ വേഷങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇത് വേറെ ആരുടെ അടുത്തേക്ക് പോയിരുന്നെങ്കിലും അവരെല്ലാരും ചെയ്തേനെ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. താങ്കൾ ചെയ്ത വേഷങ്ങൾ മറ്റുള്ള നടിമാർ ഒന്നുകിൽ അസാധ്യമായ ചങ്കൂറ്റം വേണം, അല്ലെങ്കിൽ അസാധ്യമായ വിവരമില്ലായ്മ വേണം. ആദ്യത്തെ കേൾക്കാനാണ് എനിക്ക് ഇഷ്ടം, പക്ഷേ രണ്ടാമത്തെ ചുമ്മാ. എന്തായാലും എനിക്കിഷ്ടമുള്ള താങ്കളുടെ കുറച്ച് സിനിമകളിലൂടെ നമ്മളൊരു യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. റെഡി? ഇവൻ മേഘരൂപൻ താങ്കൾ ആദ്യമായി അഭിനയിച്ച മലയാളം മൂവിയാണ്. രൂപത്തിൽ ഏറ്റവും സുന്ദരനായ മലയാള നടൻ ആരാണ്? അയ്യോ, കുറെ പേരുണ്ട്. ഒരാളെ പെട്ടെന്ന് പറയും. രണ്ടാളെ പറയട്ടെ? ഒരാളെ മാത്രം. ചാക്കോച്ചൻ ആൻഡ് ദുൽഖർ. അകം, താങ്കൾ പുറമേ വളരെ ബോൾഡാണ്. അകമേ എങ്ങനെയാണ്? അകമേ ബോൾഡ് ആയതുകൊണ്ടാണ് അത് പുറത്തേക്ക് കാണുന്നത്. ശരി, വെടി വഴിപാട് താങ്കളുടെ നക്ഷത്രം ഏതാണ്? ഉത്രാടം. ഗോഡ് ഫോർ സെയിൽ ദൈവത്തെ ഇപ്പോൾ വിൽക്കുകയാണ്. മിക്ക സ്ഥലത്തും ചില സ്ഥലങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴും. ചായില്യം മീനിങ് എന്താണ്? തെയ്യത്തിനും കഥകളിക്കൊക്കെ നമ്മൾ മോത്തിടുന്ന ആ ചോപ്പും മഷിക്കൂട്ടിന്റെ പേരാണ് ചായില്യം. പറയാൻ ബാക്കി വെച്ചത് എന്താണ് ഇനി അനുമോൾക്ക് പറയാനുള്ളത് മലയാളികളോട്? കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഒറ്റ കാര്യം മനസ്സിൽ ഇപ്പൊ വരുന്നത് പെട്ടെന്ന് പറയും, കേൾക്കട്ടെ. എന്നെ എല്ലാരും ഇഷ്ടപ്പെടണേ. ഞാൻ ഡിഫൈൻ ചെയ്യൂ, താങ്കൾ എന്താണ്? ഞാൻ അനുമോൾ എന്ന് പറയുന്ന നടുവേട്ടത്ത് ജനിച്ചു വളർന്ന മനോഹരേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ മകളാണ്. അമീബ താങ്കളുടെ പുതിയ മൂവിയാണ് അല്ലേ? റിലീസ് ആവാൻ പോകുന്ന മൂവിയാണോ അത്? റിലീസ് ആവും, പക്ഷെ കുറച്ച് ഫെസ്റ്റിവൽസിനൊക്കെ പോയി വന്നിട്ട് റിലീസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അമീബ ഇര പിടിക്കുന്നത് എങ്ങനെ? സത്യത്തിൽ എനിക്കറിയില്ല. എന്നാലും ആലോചിച്ച് നോക്കാം, എങ്ങനെയായിരിക്കും അമീബ ഇര പിടിക്കുന്നത്? ഗുഹയിൽ നിന്ന് ഇറങ്ങിയിട്ടാണോ, ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണോ? പിന്നെ ചുമ്മാ അങ്ങനെ വാതർന്ന് ഇര പിടിക്കും. True or false? True or false? ക്ലബ് FM-ൽ സ്റ്റാർ ജാമലിനി ട്രൂ ഓർ ഫോൾസിന്റെ ടൈമാണ്. ഞാനും അനുമോളും തമ്മിൽ ഒരു തെറ്റും ശരിയും കളി. സാർ റെഡി? എനിക്ക് എന്റെ പേര് ഇഷ്ടമല്ല. അനു എന്ന് വിളിക്കുന്നത് കേൾക്കുന്നതേ ദേഷ്യം. അതെ, ഈ മോൾ എന്ന വാക്ക് എല്ലായ്പ്പോഴും കേട്ടുകൊണ്ടിരിക്കണം. പക്ഷെ എന്റെ അമ്മയ്ക്ക് ആരും എന്നെ അനു എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. വേറെയുണ്ട്, എന്നെ ആരും ചേച്ചി എന്ന് വിളിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. പ്രായം വെച്ചപ്പോ ഞാൻ അങ്ങനെ വിളിക്കേണ്ടതാണല്ലോ ശരിക്കും. ആയിക്കോട്ടെ, സമ്മതിച്ചു. എനിക്കൊരു യക്ഷി ലുക്ക് ഉണ്ട്. അങ്ങനെ ഇല്ല, പക്ഷെ യക്ഷി സുന്ദരി ആയതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാലും ഞാൻ സന്തോഷിക്കും. ഫാമിലി എന്റെ ലക്ക്. അതെ, പ്രേതകഥകൾ
കേൾക്കാൻ ഒരുപാട് ഇഷ്ടം. കേട്ട നല്ലൊരു പ്രേതകഥ എന്നാണ്, ഏത് പ്രായത്തിലാണ്, എങ്ങനെയാണ് പേടിച്ചത്? പൊതുവെ സുന്ദരികളാണ് സ്ത്രീ പ്രേതങ്ങളൊക്കെ. ആൺ പ്രേതങ്ങളൊക്കെ ഭയങ്കര മാൻലിയാണ്. അപ്പൊ എനിക്ക് എപ്പോഴും അവരൊരു സംഭവമാണല്ലോ, അവരെങ്ങനെ ആയിരിക്കുമല്ലോ, അങ്ങനെ പേടി ഇതുവരെ തോന്നിയിട്ടില്ല. തടിയുള്ള ആളുകളെ കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് ഞാൻ തടിയുള്ളതുകൊണ്ടും കൂടെ അങ്ങനെ പറയാം. പക്ഷെ ഭയങ്കര മെലിഞ്ഞ ആളുകളെയും ഭയങ്കര തടിയുള്ള ആൾക്കാരെ ഇഷ്ടമല്ല. സീറോ സൈസ് ആയ പെൺകുട്ടികളെ കാണുമ്പോൾ അനുമോൾക്ക് ശ്വാസം മുട്ടും, സത്യമാണോ? അയ്യോ ശ്വാസം മുട്ടുന്നതല്ല, അയ്യോ ഇങ്ങനെ മെലിഞ്ഞിട്ട് അവര് ഒന്നും കഴിക്കണ്ടാവില്ല അല്ലെ, അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. ഓക്കെ, ഞാൻ വളരെ സെൻസിറ്റീവ് ആണ്. എന്റെ മൂഡ് ഇങ്ങനെ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കും. ഉറപ്പായിട്ടും. ഡ്രൈവിംഗ് ഒരു ഭ്രാന്ത്. ആദ്യം മൂടിച്ച വണ്ടി ജീപ്പാണ്. ഒരു ആൺകുട്ടി എവിടെയോ ഉണ്ടല്ലേ, അതെന്തിനാ അങ്ങനെ ആൺകുട്ടിയാക്കുന്നത്? വെറുതെ ഒരു പെൺകുട്ടി ജീപ്പ് ഓടിക്കുന്നു എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത്രയും ധൈര്യം വരാൻ കാരണം എവിടെയോ ഒരു ആൺകുട്ടി കിടക്കുന്നുണ്ട് അല്ലേ? ഞാൻ നല്ല ധൈര്യമുള്ള പെൺകുട്ടിയാണ്. ഉറക്കം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? നല്ല ഇഷ്ടമാണ്. മടിച്ചിയാണ് നല്ലോണം. പിന്നെ ഉറക്കത്തിന് വേറൊരു വലിയ തമാശ ഉണ്ട്. എന്താ? എനിക്ക് വേണമെങ്കിൽ 3 ദിവസം ഉറങ്ങാണ്ടിരിക്കാനും പറ്റും, 3 ദിവസം അടുപ്പിച്ച് ഉറങ്ങാനും പറ്റും. ഞാൻ പറയുമ്പോ എല്ലാരും അന്തം വിടും. കുംഭകർണി. അതെ, പക്ഷെ 6 മാസം ഒന്നും ഇല്ല, 3 ദിവസമൊക്കെയാണ് മാക്സിമം. കുക്കിംഗ് നോ രക്ഷ. അയ്യോ ഇല്ല. സിനിമയിൽ കുറച്ച് ഉഴപ്പുണ്ട്. ഉഴപ്പെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ സെലക്റ്റീവ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഉഴപ്പുണ്ട്. ഓക്കെ, സെൽഫ് കോൺഫിഡൻസ് എനിക്ക് കൂടുതലാണ്. അല്ല, കുറവാണോ? എന്റെ മിനിസ്റ്റർ, എന്റെ അമ്മ. സത്യമാണ്? അമ്മ പറയുന്ന കാര്യം മാത്രമേ ചെയ്യുള്ളൂ? അങ്ങനെയൊന്നുമില്ല, എന്തുണ്ടെങ്കിലും അമ്മോട് പറയും. ശരി, ആരെയും ഞാൻ പെട്ടെന്ന് വിശ്വസിക്കും. ആണോ? അതൊരു പ്രശ്നമല്ലേ? വലിയ പ്രശ്നം. ക്യാമറയ്ക്ക് മുൻപിൽ ഇപ്പോഴും എനിക്ക് ടെൻഷൻ. എപ്പോഴും എവിടെയും എനിക്ക് എന്ത് കാര്യം തുടങ്ങുമ്പോഴും ടെൻഷനാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് കണ്ടോന്നില്ലല്ലോ, എന്നെ തല്ലാനൊക്കെ വന്നല്ലോ. എപ്പോ? അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല, വേറെ ആരാണ്. ഓക്കെ, വിദേശ സിനിമകൾ കാണാറില്ല. കണ്ടു തുടങ്ങി. ഡാൻസ് കളിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും ഞാൻ മിസ് ചെയ്യില്ല. ഇപ്പൊ പാട്ട് വെച്ചാൽ ഡാൻസ് കളിക്കോ? ക്ലാസിക്കൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ചാൽ ഞാൻ കളിക്കും. എന്നാ പിന്നെ ഇപ്പൊ ഒന്ന് കണ്ടാലോ ഡാൻസ്? ആയിക്കോട്ടെ. ഞാൻ മംഗലശ്ശേരി നീലകണ്ഠെങ്കിലും ഭാനുമതി. അത് പറ്റില്ല, എനിക്ക് മൂടില്ല. അത് കൊള്ളാം. ഫ്രണ്ട്സ് എന്നെ സിനിമ നടിയാക്കി. ഫ്രണ്ട്സിന്റെ സപ്പോർട്ടാണ്. അതെ, സത്യമാണ്. ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും അവരാണ് എന്നോട് പറഞ്ഞത് ഇത്രയും ഓഫേഴ്സ് വരുന്നുണ്ട്, അപ്പൊ എന്തോ നിനക്ക് തലയിലുണ്ട്, ചെയ്യൂന്ന്. അകം എന്ന മൂവിയില് താങ്കള് മലയാറ്റൂർ സാറിന്റെ യക്ഷി പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്തു, സൂപ്പറായി ചെയ്തു. ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, ഒരാളെ തോൽപ്പിക്കണം ജീവിതത്തിൽ, ഒരു യക്ഷിയെ. യെസ്. അപ്പൊ ഞാൻ നല്ലൊരു BGM കേൾപ്പിക്കും ഒരു പാട്ടിന്റെ. താങ്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്, എനിക്കറിയാം. താങ്കളുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. ഈ പാട്ട് തിരിച്ചറിഞ്ഞാൽ അനുമോൾ ജയിക്കുന്നു, ഇല്ലെങ്കിൽ തോൽക്കുന്നു. സ്പോട്ടിൽ എന്ത് ചെയ്യണം? തോറ്റു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ചെയ്യണം. ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾക്ക് കിട്ടി. ഞാൻ എത്രയും പെട്ടെന്ന് താങ്കൾ കണ്ടെത്തും. സത്യം പറഞ്ഞാൽ പോയോ, ഇരിപ്പ് ഭയങ്കര അഹങ്കാരത്തിലായിരുന്നല്ലോ. ഒരു പിടിക്ക് അഹങ്കാരം ഉണ്ടെന്നല്ലേ? ചുമ്മാ ചുമ്മാ. ശരി, തോറ്റെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട്. സുബു, ഞാൻ അന്തസ്സായി താങ്കളുടെ മുന്നിൽ തോറ്റിരിക്കുന്നു. താങ്കൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാൻ റെഡിയാണ്. സുബു, ഞാൻ തോറ്റിരിക്കുന്നു. താങ്കൾ പറയുന്ന എന്ത് കാര്യം ചെയ്യാൻ ഞാൻ അത്ര റെഡിയല്ല, ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇത് ക്ലബ് FM സ്റ്റാർ ജാം, നമ്മുടെ പ്രിയപ്പെട്ട താരം ഇന്ന് തോറ്റിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുക? ഇവിടെ മാത്രം അത് കേട്ടില്ലല്ലേ? അയ്യോ പ്ലീസ്, ഇത് ഇടരുത്. ഇതറിയോ, താങ്കൾ ആദ്യമായി അഭിനയിച്ച മേഘരൂപന്റെ മ്യൂസിക് ഡയറക്ടറാണ് ശരത്തേട്ടൻ. അദ്ദേഹത്തിന്റെ ആദ്യമായി ചെയ്ത പാട്ടാണ് ക്ഷണക. ഇതൊക്കെ അറിയാം, നിസ്സാര. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്, വിഷ്വൽ വരെ ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കുഴപ്പമില്ല, താങ്കൾ തോറ്റു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് സംഭവം? എല്ലാരും കൊല്ലും. ഞാൻ ഈ കളി സ്ഥിരമായിട്ട് വീട്ടിൽ അമ്മയുടെ അടുത്ത് ഇറക്കുന്നത്. പാട്ട് പറയൂ, പെട്ടത് പറയൂ. ഇത് ക്ലബ് FM ആണ്, സ്റ്റാർ ജാം ആണ്. നമ്മളോടൊപ്പം ഇന്ന് മലയാളത്തിലെ ഏറ്റവും വാശിയുള്ള നടിയാണ്. മലയാളത്തിലെ ഏറ്റവും വാശിയുള്ളൊരു നടിയാണ് അനുമോൾ. കാരണം അനുമോളോട് ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അനുമോൾ ഒരു നിലയ്ക്ക് സമ്മതിക്കുന്നില്ല. ഓക്കെ അനുമോൾ, കുഴപ്പമില്ല. എന്തായാലും എനിക്കറിയാവുന്ന ഒരു കാര്യം, താങ്കൾ നല്ലപോലെ റീഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, സത്യമല്ലേ? കുറച്ച് വായിക്കും. ഞാൻ താങ്കൾക്ക് 3-4 ടോപ്പിക്സ് തരും. സ്പോട്ടിൽ താങ്കൾ എന്ത് ചെയ്യണം? അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. പാടാൻ തയ്യാറല്ലെങ്കിൽ അത് ചെയ്യണം. പറ്റി തോറ്റൂലോ? ഉറപ്പല്ലേ? ശരി, എങ്കിൽ മഴ. പെട്ടെന്ന് പറയും, കേൾക്കട്ടെ. മഴ എനിക്ക് വലിയ ഇഷ്ടമാണ്. മഴ 2 ഇമോഷൻസ് ആണ് എനിക്ക് എപ്പോഴും തരാറ്. സങ്കടം തരും, സന്തോഷം. മോഹൻലാൽ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ നടൻ. മോഹൻലാൽ ഏറ്റവും നന്നായി പ്രണയം അഭിനയിക്കുന്ന നടൻ. ഉമ്മൻചാണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഒരു പ്രത്യേക സൗണ്ട് ഉള്ള, എപ്പോ കാണുമ്പോഴും മുടിയും ഡ്രസ്സും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാര്. മുതലാളി തൊഴിലാളി വർഗം ഇല്ലാണ്ട് എല്ലാരും ഈക്വൽ ആവണമെന്ന് പറയുന്ന ആൾക്കാര്. അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ഞാനൊരു അബ്കാരി കോൺട്രാക്ടറുടെ മകളാണ്. നോ കമന്റ്സ് ഓൺ ബാർക്കോഴ. മദ്യത്തിനിടയിലായിരുന്നു ജീവിതം. യെസ്, പക്ഷെ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഇല്ല, മദ്യം കണ്ടിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, തൊട്ടിട്ടുണ്ട്, അതിന്റെ മുകളിൽ കടന്നിട്ടുണ്ട്. എല്ലാം കുടിച്ചിട്ടില്ല. നോ.
ഇനി ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമിലേക്ക് 47 ഗണ്ണെടുത്ത് ഞാൻ റെഡി. ഞാനും റെഡി. റെഡിയാണോ? തിരിച്ചിങ്ങോട്ട് ഷൂട്ട് ചെയ്യുമെന്ന് ഉറപ്പാണ്? ഉറപ്പ്. ഒന്ന്, അനുമോൾ ഏറ്റവും സുന്ദരിയാക്കുന്നത്, സ്വഭാവം വ്യത്യസ്തയാക്കുന്നത്. അതും തന്നെയല്ലേ? എല്ലാത്തിനും ഒറ്റത്തരം പാടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസും ചെയ്യുന്ന കാര്യങ്ങളും. അനുമോളെ സെക്സി ആക്കുന്നത് എന്താണ്? പേഴ്സണാലിറ്റി. അതൊരു ഡൈപ്പ് ആൻസർ ആണ്. അല്ല, ആക്ച്വലി അതെന്താ വെച്ചാല് ഞാൻ അതിനൊരു എക്സ്പ്ലനേഷൻ തരാം. എന്റെ വിചാരം ഈ വാക്ക് മോശം വാക്കാണെന്നായിരുന്നു. അപ്പൊ എന്നോട് എന്റെ ഒരു ചേച്ചിയാണ് പറഞ്ഞത് അത് മോശം വാക്കല്ല, എല്ലാ നല്ല സാധനങ്ങൾക്കും എല്ലാ ഭംഗിയുള്ള സാധനങ്ങൾക്കും എല്ലാ ആസ്വദിക്കാൻ പറ്റുന്ന സാധനങ്ങൾക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേഴ്സണാലിറ്റിയാണ് എന്നെ സെക്സി ആക്കുന്നത്. താങ്കളുടെ മുഖത്ത് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം? കണ്ണുകളെ നോക്കി കണ്ണുകൾ ഏറ്റവും സെക്സിയാന്ന് പറഞ്ഞ നടൻ ആരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാരും എനിക്ക് കൊങ്കണ്ണുണ്ടെന്നാ പറയാറ്. ശരിക്കും ഉണ്ടോ? നോക്കട്ടെ. ഒരു ചെറിയ മറുകണ്ണ്, പക്ഷെ അത് ഭാഗ്യ. മറുകണ്ണ് കുറെ ആക്ടേഴ്സിനുണ്ട്. ഇത് വേണ്ട എന്ന് താങ്കൾ പറയുന്നത് സിനിമയിൽ ഏത് കാര്യത്തിന്? ഇതുവരെ അങ്ങനെ ഒന്നും പറയേണ്ടി വന്നില്ല. എപ്പോഴും ഞാൻ സ്ക്രിപ്റ്റ് നോക്കി എല്ലാം ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന മനോഭാവം ഏത് കാര്യത്തിലാണ് സിനിമയിൽ? കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് എവിടെയും ചെയ്തിട്ടില്ല. എപ്പോഴും യെസ് പറയുന്ന ഒരു കാര്യം എന്താണ്? ലൊക്കേഷനിൽ ഭക്ഷണം കൊണ്ടുവരട്ടെ, ജ്യൂസ് എടുക്കട്ടെ, നാരങ്ങ വെള്ളം തരട്ടെ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ യെസ് യെസ് എന്ന് പറയുന്നത്. ആ സമയത്ത് നോ എന്നുള്ള വാക്ക് അറിയില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല. പാരസെറ്റമോൾ അനുമോൾ അധികമായാൽ പ്രശ്നമാകുന്നത് ഏത്? പാരസെറ്റമോൾ. അനുമോൾ പ്രശ്നമേ അല്ല. ഓക്കെ, ഞാൻ പ്രണയിക്കാൻ പറ്റിയ ആൾ ആണ് അല്ല? ഞാൻ പ്രണയിക്കാൻ പറ്റിയ ആളല്ല. ഞാൻ ഭയങ്കര പൊസസീവ് ആണ്, ഞാൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. എങ്ങനെ പൊസസീവ് ആയിട്ടും ഇറിറ്റേറ്റഡ് ആയിട്ടും താങ്കൾ ആരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് ലൈഫിൽ നിന്നും? ഉണ്ട്, ഒരു പ്രണയ നൈരാശ്യം ഉണ്ട്. പക്ഷെ എന്തിനാ വെറുതെ പറയുന്ന? ഒരു കുടുംബമൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുകയല്ലേ. ആഹാ, അത്രയും പ്രായമുള്ള ആളെയാണോ പ്രണയിച്ചത്? എന്റെ കോളേജ് സീനിയർ ആയിരുന്നു. മതി, സാരി ജീൻസ്. ആളുകൾ ഏറ്റവും കൂടുതൽ വായി നോക്കുന്നത് ഏത് ഡ്രസ്സ് ധരിക്കുമ്പോഴാണ്? രണ്ടിലും ഒരുപോലെ ഉണ്ട്. പക്ഷെ ആളുകളുടെ ഒരു ധാരണ ജീൻസിലാണെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സാരിയാണ് ഏറ്റവും സെൻഷ്യസ് ആയിട്ടുള്ള ഡ്രസ്സ്. തമിഴ് മലയാളം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻഡസ്ട്രി? എല്ലാ സ്ഥലവും നമ്മുടെ കയ്യിലിരിപ്പ് പോലെയാണ്. നമ്മൾ വിചാരിക്കുന്നിടത്താണ് നമ്മുടെ സേഫ്റ്റി. യെസ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് സാർ ഒരു കാര്യം ചെയ്യണം, ഒറ്റ വാക്കിൽ ആൻസേഴ്സ് തരണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ പറയാം. ഓക്കെ. കൊതുക്. ഓ, കടിക്കുന്ന സാധനം. ജയലളിതയുടെ ഭൂരിപക്ഷം. ഭയങ്കര വലുത്. മഴ. ഗംഭീരം. കേരളത്തിലെ റോഡുകൾ. മോശം. ഫേസ്ബുക്ക്. ഓക്കെ. പാഠപുസ്തകങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല കുട്ടികൾക്ക് പഠിക്കാൻ. കഷ്ടം. കോൺഗ്രസിന്റെ പഠിക്കണ്ടല്ലോ. കോൺഗ്രസിന്റെ ജയം. നോ കമന്റ്സ്. എന്തുകൊണ്ട് കമന്റ് ചെയ്യുന്നില്ല? താങ്കൾ വളരെ സ്ട്രോങ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്, ഭയങ്കര കൃത്യമായ നിലപാടുകളാണ്. എന്റെ നിലപാട് ലൈഫിലുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിനെ പറ്റി ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ റെഡിയല്ല. ഒന്നും എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. ഓക്കെ. റോഡ് സൈഡിലെ ഒടിഞ്ഞു വീഴാറായ മരങ്ങൾ വലിയ കഷ്ടമാണ്. ഞാൻ കേട്ടിട്ടുള്ളത് റെയിൻ ട്രീസിന് ബാലൻസ് ചെയ്യാൻ പറ്റില്ല അത്രേ. അപ്പം റോഡിലെ റെയിൻ ട്രീസ് മുഴുവൻ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞാ നിൽക്കുന്നത്, അത് എപ്പോ വേണേലും വീഴും. KSRTCയിലെ പുതിയ യൂണിഫോം ബ്ലൂ ആൻഡ് നേവി ബ്ലൂ അല്ലേ? വേണ്ടായിരുന്നു. നമ്മളുടെ ഒരു മനസ്സിലെ സങ്കല്പം അതാണ്. അതെ. എനിക്ക് പൊതുവെ എപ്പോഴും നമ്മുടെ ഒരു ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റം അത് വിട്ടുപോരാൻ എനിക്ക് പൊതുവെ ഭയങ്കര മടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണ്ട് ശീലിച്ചിട്ട് പെട്ടെന്ന് മാറി കാണുമ്പോൾ ഒരു വേറെ പോലെ. പിന്നെ വെച്ചാൽ സ്കൂൾ കുട്ടികൾക്കും ഗവൺമെന്റ് സ്കൂൾസിലെ യൂണിഫോമിന് ഏകദേശം ആ കളറാണ്. അപ്പൊ കുട്ടികൾ കുറെ പേര് ആ ബസ്സിൽ കയറിയ ഏകദേശം എല്ലാവരും ഒരു കളറിലിരിക്കും. ആയുർവേദത്തിന്റെ അംബാസിഡർ ആയിട്ട് സ്റ്റെഫി ഗ്രാഫ്. എന്താണ് താങ്കളുടെ കമന്റ്? നമ്മുടെ ഇവിടെ തന്നെ ആരെങ്കിലും ഒക്കെ മതിയായിരുന്നു. അനുമോൾ എന്തിനെങ്കിലും ബ്രാൻഡ് അംബാസിഡർ ആവുകയാണെങ്കിൽ അത് എന്തിന്റെ ആയിരിക്കും? ഞാനോ? ഹാപ്പിനെസ്. അത് കൊള്ളാം. ഹാപ്പിനെസ്. Jam Juicer. Juicer. ഇത് ക്ലബ് FM സ്റ്റാർ ജാമിനി ജാം ജ്യൂസർ. ഇന്ന് ഞാൻ ജ്യൂസ് അടിക്കപ്പെടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇനി നമ്മളുടെ താരം ജ്യൂസ് അടിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ സാർ? അതിനാണ് സാധ്യത, ബുദ്ധിപരമായത് എന്ന് പറഞ്ഞതുകൊണ്ട്. പക്ഷെ താങ്കൾ വളരെ ജെന്യുവൻ ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പെടും. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഞാൻ പ്ലഗ് കുത്തുന്നു, സ്വിച്ച് ഇടുന്നു, നമുക്ക് തുടങ്ങുന്നു. റെഡി? മോൾ എന്തിന്റെ യൂണിറ്റ് ആണ്? രാജേഷ് സാർ, താങ്ക് യു സോ മച്ച്. എവിടെയോ കോയമ്പത്തൂരിലെ ഹിന്ദുസ്ഥാനിന് കിട്ടിയതല്ല, ഇത് പ്രസന്റേഷനിലെ രാജേഷ് സാറാണ് എന്റെ കെമിസ്ട്രി സാർ. 2 തവണ അവാർഡ് താങ്കളുടെ ചുണ്ടിനും കൈക്കുമിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു. എപ്പോഴെങ്കിലും അവാർഡ് ഒരു കുട്ടിക്കളിയാണ് അല്ലെങ്കിൽ തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒട്ടുമല്ല. അവാർഡിന് ഞാൻ അങ്ങേയറ്റം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തന്നെയും എന്റെ വർക്കിൽ ഒരിക്കലും എന്നെ അവാർഡോ വേറെ ഒന്നും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യരുതെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ കുറേ സ്ത്രീകളാവുക, കുറേ വേഷങ്ങൾ കെട്ടിയാടുക. 2 തവണ സ്റ്റേറ്റ് അവാർഡ്, 1 തവണ നാഷണൽ അവാർഡ്. രണ്ടിന്റെ ഇടയിൽ നിന്നും താങ്കൾക്ക് അവാർഡ് പോയപ്പോ എവിടെയെങ്കിലും ഒരു ലോബിയിങ് താങ്കൾക്ക് ഫീൽ ചെയ്തോ? ഇല്ല. ഒന്ന് എനിക്ക് തന്നെ പേഴ്സണലി ഒരു തോന്നലുണ്ട്, അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ കിട്ടാൻ മാത്രമൊന്നും ഞാൻ ആയിട്ടില്ല. ഞാൻ കുറച്ചും കൂടെ ഗ്രോ ചെയ്യട്ടെ, എന്നെ തുടക്കത്തിലേ നിർത്താതെ മതി നിർത്തിക്കോ, അത്ര മതി എന്ന് പറഞ്ഞിട്ട്. FBയിൽ ഏറ്റവും സങ്കടപ്പെടുത്തിയ ഒരു കമന്റ് ഏത് സിനിമയുമായി ബന്ധപ്പെട്ട്? അങ്ങനെ സിനിമയായിട്ട് സങ്കടപ്പെട്ടിട്ടില്ല. പൊതുവെ FBയെ പറ്റി എനിക്കുള്ള ഒരു സങ്കടം എന്താ വെച്ചാൽ, നമ്മളിപ്പം എന്റെ പേഴ്സണൽ പേജിലൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, എന്റെ പടങ്ങൾ ഇട്ടാൽ ലൈക്സും കമന്റ്സും ഒക്കെ വരും. പക്ഷെ അതിൽ നല്ലതും ചീത്ത തോന്നുന്നുണ്ട്, അത് ഓരോ ആളുകളുടെ സ്വഭാവം. പക്ഷെ നമ്മളൊരു നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യുമ്പോഴോ നല്ലൊരു സിനിമയുടെ പോസ്റ്റർ ഇട്ടാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ക്യാമ്പയിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇട്ടാലോ ഒന്നും മനുഷ്യർ മൈൻഡ് ചെയ്യില്ല. മുണ്ടും ബ്ലൗസും ചോദിച്ചു വാങ്ങുന്നതാണോ അതോ അത്തരത്തിലുള്ള വേഷങ്ങൾ കൂടുതൽ വരുന്നതാണോ? എനിക്ക് വരുന്നതാണ് അങ്ങനത്തെ വേഷങ്ങൾ, പക്ഷെ ഞാൻ കംഫർട്ടബിൾ ആണ് മുണ്ടും ബ്ലൗസിലും. ഓക്കെ. അകം സിനിമയിൽ പറയും പോലെ അനുമോൾക്ക് ഏത് പൂവിന്റെ മണമാണ്?
അങ്ങനെ ഒരു പൂവിന്റെ മണം എനിക്കില്ല. അകത്തില് പാലപ്പൂ എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. വെടിവഴിപാടിലെ സുമിത്രയെ അവതരിപ്പിക്കാൻ താങ്കൾ എടുത്ത 2 മുൻകരുതലുകൾ. എനിക്ക് പേടിയായിരുന്നു അത് ചെയ്യാൻ. എന്താ വെച്ചാല് എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഡയറക്ടർ ശംഭുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ശംഭു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണേ, എനിക്ക് ഏറ്റിയപ്പൊന്താത്തൊരു സാധനമാണ്. അതാണ് ഒരു മുൻകരുതൽ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് കുറച്ച് വാക്കുകളൊന്ന് മാറ്റി തരണം. പിന്നെ ഒരു ബാത്ത് ടവൽ സീൻ ഉണ്ടായിരുന്നു, ടവൽ ഒന്ന് ബെഡ്ഷീറ്റിന്റെ വലിപ്പത്തിലാക്കി തരണം. ഇത്രയുമാണ് ഞാൻ പറഞ്ഞ മുൻകരുതൽ. ഓക്കെ, പറയാൻ താങ്കൾക്ക് കഴിയാതെ പോയ 2 വാക്കുകൾ ഏതൊക്കെയാണ് കേൾക്കട്ടെ? ഏതില്? വെടിവഴിപാടി മാറ്റി തരണമെന്ന് പറഞ്ഞ 2 വാക്ക്. അത് പറയാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ അവിടെ പറയാത്തത്. അവിടെ പറയണം, നമുക്ക് ഇവിടെ പറയാലോ. അതല്ല, റേഡിയോയിൽ ഞാൻ ഈ ബീപ്പ് സൗണ്ട് അധികം കേട്ടിട്ടില്ല, സിനിമയിലെ കേട്ടിട്ടുള്ളൂ. ഓക്കെ, മലയാള സിനിമയിൽ നിന്നും ഇലക്ഷനെ നിർത്താൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആരാണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം നമ്മളെ ഭരിക്കാൻ കൽപ്പുള്ളൊരു നടനായിട്ട് അനുമോൾക്ക് തോന്നിയിട്ടുള്ള ആരെയാണ്? ഇന്നസെന്റ് സാറ് അമ്മയിൽ നിന്നിട്ട് എല്ലാരെയും ഭരിക്കുന്നത് കൊണ്ട് പുള്ളി കേപ്പബിൾ ആയിരിക്കും. ദുൽഖർ ഫഹദ്, താങ്കൾക്ക് ഏറ്റവും സുഖം ആരുടെ കൂടെ അഭിനയിക്കാനാണ്? അയ്യോ, ഇതിന് ഞാൻ എങ്ങനെ ആൻസർ? ദുൽഖർ. എവിടെയാണ് ഫഹദ് താങ്കൾക്ക് ഒരു കംഫർട്ട് സോണിൽ? അയ്യോ, അങ്ങനെ രണ്ടുപേരും കംഫർട്ട് സോണിലാണ്. പക്ഷെ എന്താ വ്യത്യാസം വെച്ചാല് ദുൽഖർ തിരിച്ച് നമ്മളെ ചാർജ് ചെയ്യും. നമ്മൾ ഡൗൺ ആയാലും എന്താടോ വാടോ ചിയർ അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ദുൽഖർ വരും. ഫഹദ് എന്താ വെച്ചാൽ ഫഹദിന്റെ കംബാക്കിലെ ഫസ്റ്റ് സോളോ ഹീറോ ഫിലിമിലാണ് ഞാൻ ചെയ്തത് അകം, ഞാനും ഫഹദും. അപ്പം ഫഹദും അതിന്റെ ഫുൾ പ്രഷർ എടുത്ത് ചെയ്യുന്ന സമയത്ത് ഫഹദ് ഫുള്ളി ഫഹദിനെ കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടായിരുന്നു. രണ്ടുപേരും നല്ല ആക്ടേഴ്സ്, എനിക്ക് കംഫർട്ടബിൾ ആണ്. പക്ഷെ ദുൽഖർ എന്നെയും കൂടെ ചാർജ് ചെയ്യും. ഈ സിനിമ ശരിയാവില്ല എന്ന് തോന്നി താങ്കൾ ഒഴിവാക്കിയ സിനിമ ഏതാണ്? കുറേ ഉണ്ട്. ഒരു സിനിമയുടെ പേര് കേൾക്കട്ടെ പെട്ടെന്ന്. അത് ശരിയാവില്ല, അത് പറഞ്ഞ അത് മോശമാണ്, നമ്മൾ ആരെയും സങ്കടപ്പെടുത്തരുത്. പഠിക്കുമ്പോൾ കല്യാണം കഴിക്കണമെന്ന് തോന്നിയ നടനാരാണ്? സിനിമാ പ്രാന്തി അല്ലായിരുന്നു പഠിക്കുമ്പോൾ. പക്ഷെ എന്റെ റൂമിൽ ചാക്കോച്ചിന്റെ പടം ഉണ്ടായിരുന്നു, ഷാരൂഖ് ഖാന്റെ പടം, ഋതിക് റോഷന്റെ പടം. ശരി, ഋതിക് റോഷൻ, സൽമാൻ ഖാൻ, ഈ 2 ആളുടെ പടത്തിലേക്കും താങ്കളെ വിളിക്കുന്നു, ഒരു ഐറ്റം ഡാൻസ് ചെയ്യണം, നായികയാകാം, താങ്കൾ എന്ത് ചെയ്യും? അവര് 2 പേരുടെ പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു പടം ചെയ്യില്ല. സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ തന്നെ ചെയ്യുള്ളൂ. ഓക്കെ, ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റിൽ അത്യാവശ്യം ഗ്ലാമറസ് ആവണം, എന്ത് ചെയ്യും? എന്റെ കംഫർട്ടബിൾ ലെവല് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും. ഈ ലെവൽ എന്താണ്? നോർമൽ നമ്മൾ കാണുന്ന ആളുകളൊക്കെ ഇട്ട് നടക്കുന്ന എല്ലാ വേഷവും എനിക്ക് കംഫർട്ടബിൾ ആണ്, നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ ഇടുന്ന വേഷങ്ങൾ. ഓക്കെ, മലയാളികളുടെ സൗന്ദര്യ ലക്ഷണങ്ങളിലേക്ക് മുഖക്കുരു കടന്നു വന്നിരിക്കുന്നു. അതെ, മലർ. താങ്കൾക്ക് അതുപോലെ മുഖക്കുരു വേണം എന്നൊക്കെ വല്ലപ്പോഴും തോന്നിയിട്ടുണ്ടോ? അയ്യോ ഇല്ല, മുഖത്തൊരു ബൾബ് അല്ലെങ്കിൽ അത് കഴിഞ്ഞൊരു പാട്. Star rating. ഇനി സ്റ്റാർ റേറ്റിംഗിന്റെ ടൈമാണ്. നല്ലൊരു പരീക്ഷാ കാലത്തിന് തയ്യാറെടുത്ത് ഇവിടെ എന്നോടൊപ്പം അനുമോൾ. ഹായ് അനുമോൾ. ഹായ് ഹലോ. ഹായ് ഹലോ. എന്താ എന്നോട് ചോദിക്കില്ലേ ഇതൊക്കെ പറയാനുള്ളത്? ഞാൻ എന്താ വെച്ചാല് മാർക്ക് ഇടുക, റേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ആരാ ഇതൊക്കെ ചെയ്യാൻ? ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ താങ്കൾ അനുമോൾ ഒരു സിനിമാ താരമായിട്ട് മാർക്സ് കൊടുക്കണ്ട. യെസ്, മനോഹരന്റെ മകൾ അനുമോളാണ് ഇപ്പൊ എന്റെ മുൻപിൽ. ജയസൂര്യ ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും? 8. അനുമേനോ? 8. ഫഹദ് 9. എവിടെയാണ് ജയസൂര്യയെക്കാളും അനുമേനേക്കാളും ഫഹദ് ഫാസിലിന് 1 മാർക്ക് കൂടിയത്? കേൾക്കട്ടെ. ഫഹദാണ് എന്റെ കൂടെ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നത് അകത്തില്. ദുൽഖർ. അയ്യോ, ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഞാൻ കുറച്ചും കൂടെ കൂട്ടാണ് ദുൽഖറിനോട്. അതുകൊണ്ട് ഞാൻ ദുൽഖറിന് 10 out of 10. 10 കിട്ടാൻ മാത്രം ദുൽഖർ പ്രഗത്ഭനാണെന്ന് ഞാൻ സമ്മതിക്കില്ല. കേൾക്കുന്ന ആരും ഞാൻ കൊല്ലും ദുൽഖറിനെ കുറ്റം പറഞ്ഞാലും. ഇപ്പൊ തല്ലും. ഒരു ആക്ടർ എന്നുള്ള ദുൽഖറിന്റെ ഒരു മൈനസ് പറഞ്ഞാൽ മതി. ഓക്കെ, 10 ഞാൻ അംഗീകരിച്ചു. ഒരു സുഹൃത്തായിട്ട് താങ്കൾ പറയൂ, ചങ്ങാതി നന്നായി കണ്ണാടി. അല്ലല്ല, അങ്ങനെ മൈനസ് അല്ല പറയുന്നത്. എനിക്ക് ദുൽഖറിന്റെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്, ദുൽഖർ ഓരോ പടത്തു നിന്നും അടുത്തത് ബെറ്റർ ആക്ടർ ആവാൻ നന്നായി ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് ബെറ്റർ ആവാനും പറ്റുള്ളൂ. സൈജു കുറുപ്പ് 8. മുരളിയേട്ടൻ 7. എന്നോട് അത്ര മിണ്ടാറില്ല, അതുകൊണ്ട് 7. ശ്രീജിത്തേട്ടനും കുറച്ച് കുറവാണ്ടല്ലോ, ശ്രീജിത്തേട്ടൻ 7 മതി. ഇപ്പൊ ഒരാളുടെ മാർക്ക് കൂടെ എനിക്ക് അറിയണം. അനുമോൾ ഹാഫ് തുടങ്ങിയിട്ടല്ലോ, ഞാൻ 10ലേക്ക് എത്തിക്കോളാം. അതിന്റെ ഇപ്പുറം 9 എത്ര പറഞ്ഞത്? 9. ഇല്ല, ഞാൻ വെറും ഹാഫേ. അത് ചുമ്മാ പറയണോ? അതൊന്നുമില്ല, ശരിക്കും പറയും. താങ്കൾക്ക് ഇടുന്ന മാർക്ക് കേൾക്കട്ടെ. ഞാൻ വളരട്ടെ, 9 വരെ, നല്ല ബെറ്റർ ആളാവട്ടെ. അതൊരു വെയിറ്റ് ചെയ്യണം നമ്മളൊക്കെ അല്ലേ? ഞാനും. അനുമോൾ, ചില യക്ഷി ചോദ്യങ്ങൾ. യക്ഷികൾ എന്താണല്ല ഇപ്പോഴും പാലപ്പൂ ചൂടുന്നത്? എനിക്ക് തോന്നുന്നു അതിന്റെ മണത്തിനൊരു ഭയങ്കര വശ്യത ഉണ്ട്. അപ്പൊ യക്ഷിയായിട്ട് കണക്ട് ചെയ്തിട്ട് ആളുകൾ അങ്ങനെ പറയുന്നതാണ്. എന്തുകൊണ്ടാണ് എല്ലാ സമയം ചുണ്ണാമ്പ് ചോദിക്കുന്നത്? എനിക്ക് തോന്നുന്നു പണ്ടത്തെ നമ്പൂതിരിമാർക്ക് എപ്പോഴും മുറുക്കുന്നുണ്ട്, ചുണ്ണാമ്പാണ് ഏറ്റവും. യക്ഷികൾ നമ്പൂരിമാരെ മാത്രമാണോ ശ്രദ്ധിക്കുക? പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ മൊബൈലൊക്കെ ഉള്ള ഏറ്റവും നല്ല മൊബൈലുള്ള ആളെയൊക്കെയാണ് തപ്പി പിടിക്കാൻ തോന്നുന്നു. യക്ഷിയായിട്ട് അഭിനയിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും താങ്കൾ യക്ഷികളെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഞാൻ യക്ഷികളെ സ്വപ്നം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു യക്ഷി നോവല് 7th 8th എന്നാണ് വായിച്ചത്. ആ സമയം തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്, ഞാനൊരു യക്ഷി, ഞാനൊരു അപ്സരസൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും. വേറെ ഒരു വലിയ രഹസ്യമുണ്ട്. ഞാൻ എൻ്റെ 10th സ്റ്റാൻഡേർഡ് 12th വരെയൊക്കെ രാത്രി 12 മണിക്ക് കുളിക്കുകയായിരുന്നു. ഗന്ധർവൻ എന്നെ പിടിച്ചുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. രാത്രി പെൺകുട്ടിയോട് കുളിച്ചാൽ ഗന്ധർവൻ പിടിച്ചോണ്ട് പോകും പറയില്ല. ഞാൻ അതിന് വേണ്ടി 12 മണിക്കൊക്കെ കുറെ കാലം കുളിച്ചു, ആരും വന്ന് പിടിച്ചോണ്ടില്ല. കുളിച്ച് ജലദോഷം വന്നത് മാത്രം വെച്ചാൽ. സിനിമയ്ക്ക് മുമ്പുള്ള അനുമോൾ, സിനിമയ്ക്ക് ശേഷമുള്ള അനുമോൾ പറയൂ. രണ്ടും
ഒരേപോലെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് ഫിലിംസ് ചെയ്യുന്നുണ്ട്, കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ പോകുന്നുണ്ട്, കൂടുതൽ ആളുകളെ കാണുന്നുണ്ട്. വേറൊരു വ്യത്യാസമില്ല. മണി, ഫെയിം ഇതല്ലാതെ അനുമോൾ സിനിമയെ എങ്ങനെയാണ് കാണുന്നത്? മണി, ഫെയിം ആയിട്ട് ഞാൻ സിനിമ കാണുന്നേ ഇല്ല. എനിക്കിഷ്ടം അല്ലെങ്കിൽ ഞാൻ കാണുന്നത് അതാവണം, ഇതാവണം, ഈ പെൺകുട്ടിയെ പോലെ ആവണം, ആ പെൺകുട്ടിയെ പോലെ, അങ്ങനെ എനിക്ക് കുറെ പെൺകുട്ടികളാവാം. താങ്കളുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താ? സിനിമാ വിശേഷങ്ങൾ? ഏറ്റവും പുതിയ വിശേഷം നമ്മുടെ ജോയ് ഏട്ടന്റെ ഷട്ടർ സിനിമേന്റെ തമിഴ് റീമേക്കിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. അതാണ് എന്റെ ഏറ്റവും പുതിയ വലിയ വിശേഷം. അടുത്ത റിലീസും ഉണ്ട്. ആരവിടെ ലാലിന്റെ വേഷം ചെയ്യുന്നത്? സത്യരാജ് സാറാണ്. അങ്ങനെ എല്ലാത്തിന്റെയും കൂടെ ഒരു സന്തോഷം. പിന്നെ ഡോക്ടർ ബിജുവിന്റെ വലിയ ചിറകുള്ള പക്ഷികൾ, എൻഡോസൾഫാൻ ഇഷ്യൂ, അതേ എൻഡോസൾഫാൻ ഇഷ്യൂ അമീബ എന്ന് പറഞ്ഞിട്ട് മനോജ് കാനയുടെ കൂടെ. ഓക്കെ സാർ, അപ്പൊ നമ്മുടെ സ്റ്റാർ ജാം 3 മണിക്കൂർ തീരുന്നു. താങ്കളുടെ ഫീൽ എന്താണ് സ്റ്റാർ ജാമിനെ കുറിച്ച്? എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആക്ച്വലി TV ഇന്റർവ്യൂസിന് വിളിച്ച സമയത്തൊക്കെ ഞാൻ പറഞ്ഞു പുതുതായിട്ട് ഒന്നും പറയാനില്ല, നമുക്ക് ഞാൻ പിന്നെ വരാം, അങ്ങനെയൊക്കെ പറയായിരുന്നു. ഇവിടെ വന്ന് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ചോദിച്ചു, കുറെ പുതിയ കാര്യങ്ങൾ പറഞ്ഞു. ഭയങ്കര ഹാപ്പി. എങ്കിൽ ടൺ കണക്കിന് ഫൺ മ്യൂസിക്കലി പറയും, കേൾക്കട്ടെ. എന്നെ കൊണ്ട് പാട്ട് പഠിക്കാനുള്ള അടുത്ത അവസാന തടവ്. എന്നാലും യുക്തി പോലെ പറയൂ, താങ്കളുടെ താളത്തിൽ പറയൂ. ടൺ കണക്കിന് താളത്തിലും ബോധത്തിലും ഒന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞോളൂ. ടൺ കണക്കിന് ഫൺ.